വയനാട്ടിലെ പഞ്ചാരക്കൊല്ലി എന്ന ദേശമാകെ നടുങ്ങിയിരിക്കുന്നു. അവിടെ രാധ എന്ന വനിതയെ കടുവ കടിച്ചു കൊന്നിരിക്കുന്നു. 100 മീറ്ററോളം ദൂരേക്ക് രാധയെ കടിച്ചു വലിച്ചു കൊണ്ടുപോയി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വന്യജീവി ആക്രമണത്തിൽ വലഞ്ഞിരിക്കുകയാണ് നാട്. നിരവധി തവണയായി ഇത് സംഭവിക്കുന്നു. അപ്പോഴൊക്കെ പരിഹാരം ആവശ്യപ്പെടുന്നുണ്ട്. നേരത്തെ ടി സിദ്ദിഖ് എംഎൽഎയും സംസാരിക്കുമ്പോൾ പറയുകയുണ്ടായി, ആനയ്ക്ക് ഒരുക്കുന്നത് പോലെയുള്ള പ്രതിരോധ മാർഗങ്ങൾ ആവരുത് കടുവയെ പോലെയുള്ള ഒരു മൃഗത്തിന് ഒരുക്കേണ്ടത്. അതിന് അത്യാധുനികമായ നിരവധി മാർഗങ്ങളുണ്ട്. പക്ഷേ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആ തരത്തിലൊരു ഇടപെടൽ ഉണ്ടാവുന്നില്ല എന്നതാണ് ടി സിദ്ദിഖും പറയുന്നത്. പ്രദേശവാസികളും ഇത് തന്നെ പറയുന്നു. ഇതിലൊരു പരിഹാരം ഉണ്ടാക്കാതെ മൃതദേഹം അവിടെ നിന്ന് നീക്കാൻ കഴിയില്ല എന്നാണ് അവർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയാണ്. മൃതദേഹം ഇപ്പോൾ ഉള്ളത് പ്രിയദർശിനി പ്ലാന്റേഷന്റെ കോമ്പൗണ്ടിനുള്ളിലാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും തമ്മിൽ സംസാരിക്കുകയാണ്. പ്രതിഷേധം ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നു. പ്രദേശത്ത് വളരെ വൈകാരികമായാണ് പൊതുജനങ്ങൾ പ്രതികരിക്കുന്നത്. കാരണം ജോലിക്കും മറ്റും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ അത്രയധികം വന്യജീവി ആക്രമണം നാടെങ്ങും ഉണ്ടാകുന്നു. കൗൺസിലർ ജോർജ് ഒപ്പം ചേരുന്നു. ശ്രീ ജോർജ്, മാതൃഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. നിരവധി തവണ ഇത് ആവശ്യപ്പെടുന്നു. നാട്ടുകാരൊക്കെ ആവർത്തിച്ച് ആവശ്യപ്പെടുമ്പോഴും അതിനൊരു പരിഹാരം ഉണ്ടാവുന്നില്ല എന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ മൃതദേഹം പോലും സ്ഥലത്ത് നിന്ന് നീക്കാൻ സമ്മതിക്കാത്ത വിധം പ്രതിഷേധമാണ് സ്ഥലത്ത്. എന്താണ് ആവശ്യപ്പെടുന്നത്? കൗൺസിലർ എന്നുള്ള നിലയിൽ, പ്രദേശവാസി എന്നുള്ള നിലയിൽ എന്താണ് ആവശ്യപ്പെടുന്നത് സർക്കാരിനോട്? ജനങ്ങൾ ആവശ്യപ്പെടുന്നത്, ഹലോ പറയൂ, കേൾക്കാം. ജനങ്ങൾ ആവശ്യപ്പെടുന്നത്, ഇവിടെ ഒരാഴ്ച മുമ്പ് ഒരു മീറ്റിംഗ് നടന്നിരുന്നു. ഈ നാട്ടിലെ ഈ പ്രദേശ മേഖലയിൽ ശക്തമായ ഫെൻസൊക്കെ ഏർപ്പെടുത്തുമെന്നും വന്യമൃഗ സംരക്ഷണം അക്രമം ഉണ്ടാവാത്ത നടപടി സ്വീകരിക്കുമെന്നും ഡിഎഫ്ഒ വിളിച്ച മീറ്റിംഗ് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഈ അക്രമം ഉണ്ടാകുന്നത്. ഇനി ഇവിടുത്തെ എസ്റ്റേറ്റിലെ ഒരു വാച്ചറുടെ ഭാര്യയാണ്. അദ്ദേഹത്തിനൊപ്പം ഇവർ പോയി കാപ്പി പറിക്കാൻ ഭാര്യനെ കൊണ്ട് വിട്ട ശേഷമാണ് കടുവ ആക്രമിക്കുന്നത്. ഇപ്പോൾ അത് അവരുടെ പകുതി ഭാഗമാണ് യഥാർത്ഥത്തിലുള്ളത്. ശരീരം തന്നെ കടുവ തിന്നിരിക്കുകയാണ്. ഇപ്പം ജനങ്ങളെല്ലാം അത് പ്രദേശത്ത് ഓഫീസിലേക്ക് മാറ്റിയിട്ടുണ്ട്. ജനങ്ങളുടെ ആവശ്യം ശക്തമായ തീരുമാനമാണ്. ഒന്ന്, മതിയായ കോമ്പൻസേഷൻ. 2, കടുവേനെ അടിയന്തരമായി കൂടുവെച്ച് പിടിക്കുക. 3-മത്തെ, ഒരു നിശ്ചിത ദിവസത്തിനുള്ളിൽ ഇവിടെ ഫെൻസിംഗ് ഏർപ്പെടുത്തി അടിയന്തര സുരക്ഷ ഏർപ്പെടുത്തുന്നതാണ് ആളുകളുടെ ആവശ്യം. ഈ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ജനങ്ങൾ ശക്തമായ കൂട്ടം കൂടി ശക്തമായ ജനകീയ പ്രതികരണമാണുള്ളത്. ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾ ഇവിടെ കൂടി ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ശക്തമായ സമരത്തിലാണ്. ഒരു മനുഷ്യ സ്ത്രീയെ പകുതി കടിച്ചു. മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയെന്നായിരുന്നോ താങ്കൾ പറഞ്ഞത്? ഇല്ല, മാറ്റിയിട്ടില്ല. ഇപ്പോൾ ഓഫീസാണുള്ളത്. പ്രിയദർശിനി ഓഫീസിലാണുള്ളത്. അവിടെ ഗേറ്റ് പൂട്ടി അതിനുള്ളിലാണോ പ്രതിഷേധം നടക്കുന്നത്? ഗേറ്റ് പൂട്ടി അതിനുള്ളിലുള്ള ഓഫീസാണുള്ളത്. ഇവിടെ മന്ത്രിയും അതുപോലെ വിവിധ ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു ഡിസിഷൻ എടുക്കാൻ ആർക്കും കഴിയുന്നില്ല. ഈ നാട്ടിലെ ആളുകളുടെ ഡിസിഷൻ വളരെ ചെറുതാണ്. ഞാൻ പറഞ്ഞ പോലെ ഒരു നിശ്ചിത ദിവസങ്ങളിൽ പെൻഷൻ സുരക്ഷാ ക്രമീകരണം ഏർപ്പെടുത്തുക, പെൻഷൻ അല്ലെങ്കിൽ സുരക്ഷാ ക്രമീകരണം ഏർപ്പെടുത്തുക, അതോടൊപ്പം കോമ്പൻസേഷൻ കൊടുക്കുക, അതോടൊപ്പം ഇവിടെ ഈ പറയുന്നതിനപ്പുറത്തേക്ക് പ്രായോഗികമായി കടുവയെ പിടിക്കാൻ ഇപ്പോൾ തന്നെ കൂടുവെക്കുക. അങ്ങനെയുള്ള ആവശ്യം ഉന്നയിച്ചാണ് കടുവയെ വെടിവെക്കാൻ ഉത്തരവിട്ടു. മന്ത്രി OR കേളു ഉത്തരവിട്ടു എന്നാണല്ലോ മനസ്സിലാക്കുന്നത്. കഴിയോ? ഒരു കടുവ ഇന്റർനാഷണൽ കടുവേനെ ഉത്തരവിട്ടാൻ OR കേളു ഉത്തരവിട്ടെന്ന് പറഞ്ഞത് വിഡിത്തമാണ്. അങ്ങനെ ഒരു മന്ത്രിക്ക് ഉത്തരവിടാൻ അധികാരമില്ല. പക്ഷെ അദ്ദേഹത്തിന് ബന്ധപ്പെട്ട ഫോറസ്റ്റ് കൺസർവേഷനുമായി ബന്ധപ്പെട്ട് ഒരു അക്രമകാരിയായ കടുവകളെ പിടിക്കുക എന്നുള്ള നിയമത്തെ ഉപയോഗപ്പെടുത്താം. സാങ്കേതികമായി അതിനൊരു സമയമെടുക്കില്ലേ? സാങ്കേതികമായി അക്രമകാരികളായ മൃഗങ്ങളെ കൊല്ലാൻ, എസ്പെഷ്യലി കടുവയെ കൊല്ലാൻ നമുക്ക് സംസ്ഥാനത്ത് കൺസർവേഷന് ഒരു അത്യാസന മേഖലയിൽ ഉത്തരവാദിത്വമുണ്ട്. അതേ തോന്നിടാം. ഇത് എസ്പെഷ്യലി പകുതി ഭാഗം ഭക്ഷിച്ചിരിക്കുന്നു ഒരു സ്ത്രീയുടെ. അതാണ് അതിന്റെ പ്രത്യേകത. ശരി, PV ജോർജ് മനസ്സിലാക്കുന്നു ആ ജനവികാരം എന്തുകൊണ്ടാണ് ഇത്തരത്തിലെന്ന്. ശരീരം പകുതിയോളം കടുവ ഭക്ഷിച്ച നിലയിലാണ് രാധയുടെ മൃതദേഹം തണ്ടർബോൾട്ട് കണ്ടെത്തുന്നത്. 100 മീറ്ററോളം അകലേക്ക് രാധയെ വലിച്ചിഴച്ചു കൊണ്ടുപോയിരിക്കുന്നു കടുവ.
ദാരുണമായ അന്ത്യമാണ് സംഭവിച്ചിരിക്കുന്നത്. പല തവണയായി ഇത് ഈ നാട്ടിൽ പതിവാണ്. വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത്. കാപ്പിത്തോട്ടത്തിലാണ് കടുവ വന്ന് ആക്രമിക്കുന്ന ഈ സംഭവം ഇവിടെ പഞ്ചാരക്കൊല്ലിയിലുണ്ടായത്.